എന്തുകൊണ്ടാണ് പുരാതന ക്ഷേത്രങ്ങൾ കുന്നുകളുടെ മുകളിൽ നിർമ്മിച്ചത്? ദ മിസ്റ്ററി ഓഫ് സീക്രട്ട് മൗണ്ടൻസ്. ലോകത്തിലെ നിരവധി പുരാതന ക്ഷേത്രങ്ങൾ മലമുകളിലാണ്. എന്തുകൊണ്ട്? ദൈവം മലമുകളിൽ മാത്രമേയുള്ളൂ എന്നതുകൊണ്ടാണോ? അല്ല. പുരാതന ജ്ഞാനികൾ മലയെ ഒരു ആത്മീയ പ്രതീകമായി കണ്ടു. മല കയറുന്നത് ഉയർന്ന ബോധത്തിലേക്കുള്ള യാത്രയുടെ പ്രതീകമാണ്. ഓരോ ചുവടും ഒരു ആന്തരിക വളർച്ചയാണ്. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക്, ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക്, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്. ഒരു ചെറിയ കാട്ടാട് എല്ലാ ദിവസവും മലയുടെ അടിവാരത്ത് കളിക്കുമായിരുന്നു. ഒരു ദിവസം അത് പ്രായമായ കഴുകനോട് ചോദിച്ചു, മുകളിലേക്ക് കയറുന്നത് ബുദ്ധിമുട്ടല്ലേ? കഴുകൻ പുഞ്ചിരിച്ചു, അതെ, പക്ഷേ മുകളിൽ നിന്ന് ലോകം വ്യത്യസ്തമായി കാണാം. കാട്ടാട് പതുക്കെ മല കയറാൻ തുടങ്ങി. ഓരോ ചുവടും പ്രയാസമായിരുന്നു. പക്ഷേ കൊടുമുടിയിലെത്തിയപ്പോൾ അത് ആദ്യമായി ഉദയസൂര്യനെ പൂർണ്ണനായി കണ്ടു, സൗന്ദര്യവാനായി കണ്ടു. അപ്പോൾ അത് മനസ്സിലാക്കി, യാത്രയുടെ പ്രയാസമല്ല പ്രധാനമായത്, യാത്ര നമ്മെ മാറ്റുന്നതാണ് പ്രധാനമായത്. യാത്രയുടെ പ്രയാസമല്ല പ്രധാനമായത്, യാത്ര നമ്മെ മാറ്റുന്നതാണ് പ്രധാനമായത്. എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും മുകളിലേക്ക് കയറുക എന്ന പ്രതീകം ഉപയോഗിക്കുന്നു. കാരണം ശരീരം കയറുന്ന മല ഒരു ദിവസം അവസാനിക്കും. പക്ഷേ ബോധം കയറുന്ന മല അനന്തമാണ്. എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും മുകളിലേക്ക് കയറുക എന്ന പ്രതീകം ഉപയോഗിക്കുന്നു. കാരണം ശരീരം കയറുന്ന മല ഒരു ദിവസം അവസാനിക്കുന്നു. പക്ഷേ ബോധം കയറുന്ന മല അനന്തമാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന ഒരു പ്രയാസം ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം മല ആയിരിക്കാം. ഒബ്സ്റ്റാക്കിൾസ് ഓഫ് മൗണ്ടൻസ്. അതിൽ നിന്ന് ഓടിപ്പോകരുത്, അത് കയറൂ. കൊടുമുടിയിൽ നിന്ന് നിങ്ങൾ കാണുന്ന കാഴ്ച അടിവാരത്ത് നിന്ന് ഒരിക്കലും കാണാനാവില്ല. ഇന്ന് നിങ്ങൾ നേരിടുന്ന ഒരു പ്രയാസം ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം മല, തടസ്സങ്ങൾ, ഒബ്സ്റ്റാക്കിൾസ് ആയിരിക്കാം. അതിൽ നിന്ന് തിരിഞ്ഞ് ഓടിപ്പോകരുത്, അത് കയറിക്കൊണ്ടേയിരിക്കൂ, അത് കയറൂ. കൊടുമുടിയിൽ നിന്ന് നിങ്ങൾ കാണുന്ന കാഴ്ച അടിവാരത്ത് നിന്ന് ഒരിക്കലും ലഭ്യമാകില്ല, കാണാനാവില്ല. ഒരു ചെറിയ അഭ്യാസം. ഇന്ന് ഒരു മലയുടെ ചിത്രം നോക്കൂ, അല്ലെങ്കിൽ ഒരു ഉയർന്ന വൃക്ഷത്തെ നോക്കൂ. ശാന്തമായി ചോദിക്കൂ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ കയറേണ്ട മല ഏതാണ്? എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ കയറേണ്ട മല ഏതാണ്? മലയുടെ ഉയരം മനുഷ്യനെ മഹാനാക്കുന്നില്ല, മല കയറുന്ന യാത്രയാണ് അവനെ മാറ്റുന്നത്. മലയുടെ ഉയരം മനുഷ്യനെ മഹാനാക്കുന്നില്ല, മല കയറുന്ന യാത്രയാണ് അവനെ മാറ്റുന്നത്. എന്തുകൊണ്ടാണ് പുരാതന ക്ഷേത്രങ്ങൾ മലമുകളിൽ നിർമ്മിച്ചത്? ദ മിസ്റ്ററി ഓഫ് സീക്രട്ട് മൗണ്ടൻസ്. ലോകത്തിലെ പല പുരാതന ക്ഷേത്രങ്ങളും മലമുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ വെറും ഭൂമിശാസ്ത്രമല്ല, ഒരു ആഴമുള്ള ആത്മീയ പ്രതീകവുമുണ്ട്. മല എന്ന പ്രതീകത്തിലൂടെ ആത്മീയ വളർച്ചയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് പുരാതന ക്ഷേത്രങ്ങൾ മലമുകളിൽ നിർമ്മിച്ചത്? ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂരിൽ നിന്നും. ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് മഹാത്മാ ചുവക്കോക്സ്വി in my Charlotte on behalf of Helena Petrovna Blavsky. Thank you.
നമസ്തേ.